നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് റഷ്യ വിസ എങ്ങനെയാണ് ഓൺലൈനിൽ അപ്ലൈ ചെയ്യുന്നത്. അതിന് നമ്മൾ ഫസ്റ്റ് ഗൂഗിളിൽ റഷ്യ ഇ വിസ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഈ കാണുന്ന ഫസ്റ്റ് ഇതാണ് അതിൻ്റെ ഒഫീഷ്യൽ പോർട്ടൽ. ഓക്കെ, അപ്പം ഈ പോർട്ടൽ നമ്മൾ വിസ ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മളൊരു ഇമെയിൽ ഐ ഡിയിൽ നമ്മുടെ യൂസർ ഐ ഡി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിൽ പോയിന്റ് നമ്പർ ഫസ്റ്റിൽ നമ്മൾ നോക്കാമെങ്കിൽ അതിൽ ഏതൊക്കെ നാഷണാലിറ്റി, ഏതൊക്കെ കൺട്രിയാണ് ഇതിൽ എലിജിബിൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഇന്ത്യ എലിജിബിൾ ആണ് ഈ വിസ അപ്ലൈ ചെയ്യാൻ. പിന്നെ നമ്മൾ പോയിന്റ് നമ്പർ 2, അപ്പോൾ അതിൽ ക്രോസിംഗ് പോയിന്റ്, അതായത് നമ്മൾ ഏതൊക്കെ എയർപോർട്ട് അല്ലെങ്കിൽ ഏതൊക്കെ പ്ലേസ് ത്രൂ നമുക്ക് എൻട്രി എക്സിറ്റ് ചെയ്യാം എന്നതാണ് പോയിന്റ് നമ്പർ 2 പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്രോസ് പോയിന്റിലേക്ക് നോക്കുകയാണെങ്കിൽ കുറേ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് എയർപോർട്ടും പ്ലേസസും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ത്രൂ നമുക്ക് എൻട്രി എക്സിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ വിസ അപ്ലൈ ചെയ്യുന്ന എല്ലാവരും ഫസ്റ്റ് നമ്മൾ എൻ്റർ ചെയ്യുന്ന എയർപോർട്ട് എലിജിബിൾ ആണോ ചെക്ക് ചെയ്യണം. പിന്നെ നമ്മൾ പോയിന്റ് നമ്പർ 6 നോക്കുകയാണെങ്കിൽ ഈ വിസയ്ക്ക് വാലിഡിറ്റി 14 ദിവസമാണ്. നമ്മൾ എന്നാണ് എൻ്റർ ചെയ്യുന്നത് അന്ന് മുതൽ 14 ദിവസം. അപ്പം നമ്മൾ ഈ വിസ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കൺഫേം ആയിട്ടൊരു ട്രാവൽ ഡേറ്റ് കൊടുക്കാൻ ശ്രമിക്കുക നമ്മൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ വിസ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ എന്നാണോ ട്രാവൽ ചെയ്യുന്നൊരു ഡേറ്റ് നമ്മളിപ്പോൾ 8 ജനുവരി കൊടുക്കുന്നു. ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പം കറക്റ്റ് 14 ദിവസം, 23-ാം തീയതി വരെ വാലിഡാണ്. കാരണം 14 ദിവസമാണ് ഇതിൻ്റെ വാലിഡിറ്റി, വിസയ്ക്കുള്ള വാലിഡിറ്റി. അപ്പോൾ ഇതിൽ ബാക്കി കുറേ കണ്ടീഷൻസ് ഉണ്ട്, അത് നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇനി വിസ ഫയൽ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഈ അക്നോളജ് എല്ലാം ചെയ്യുക. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ എങ്ങനെ ഫിൽ ഔട്ട് ചെയ്യുന്നതെന്ന് നോക്കാം ഇനി. അപ്പോൾ അതിനായി നമ്മൾ ഫസ്റ്റ് ഒരു യൂസർ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നു ഇമെയിൽ ത്രൂ. അപ്പോൾ നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ കിട്ടും. ഈ ആപ്ലിക്കേഷൻ നമ്പർ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഫ്യൂച്ചർ റെഫറൻസിന് ഇത് ആവശ്യമാണ്. അപ്പോൾ ഒന്നെങ്കിലും നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കും, അല്ലെങ്കിൽ ഈ നമ്പർ എവിടെയെങ്കിലും കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ നെക്സ്റ്റിലേക്ക് പോകുന്നു. നെക്സ്റ്റ് സെക്ഷനിൽ ഇവിടെ നമ്മുടെ ഫോട്ടോ ആണ് അപ്ലോഡ് ചെയ്യാൻ. എന്ത് ടൈപ്പ് ഫോട്ടോയാണ്, ഫോട്ടോയുടെ സൈസും അതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് റാൻഡം ആയിട്ടൊരു ഫോട്ടോ, ഒരു സാമ്പിളിന് വേണ്ടിയായിട്ടൊരു ഫോട്ടോ ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് നമ്മുടെ ഫേസ് വളരെ കവറായിട്ടുള്ളൊരു ഫോട്ടോ ആണ് നമ്മളിടുക. അപ്പോൾ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ തന്നെ തരുന്നുണ്ട് അവർ. അപ്പോൾ അത് പ്രകാരം നമ്മൾ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സിസ്റ്റം അക്സെപ്റ്റ് ചെയ്യും. ഇതുപോലെ ചെയ്താൽ മതി. നമ്മൾ സേവ് ചെയ്യുന്നു. ഇത് അക്സെപ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പാസ്പോർട്ട്. നമ്മുടെ നാഷണാലിറ്റി സെലക്ട് ചെയ്യുക. നമ്മുടെ പാസ്പോർട്ട് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ സാമ്പിളായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് റിയൽ പാസ്പോർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നില്ല ഇതിൽ. അപ്പോൾ നമ്മൾ നോർമലി ഒരു പാസ്പോർട്ട് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ സിസ്റ്റം തന്നെ അത് റീഡാവും. നമ്മൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇതിൽ ഓട്ടോ റീഡായിട്ട് ഇവിടെ വന്നോളൂ. അത് നമ്മൾ പാസ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് അത് വരാത്തത്. പാസ്പോർട്ട് ചെയ്താലേ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് ഫോട്ടോയും പാസ്പോർട്ടുമാണ് അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്. പിന്നെ കുറേ ലിസ്റ്റഡ് ഡോക്യുമെൻറ്റ്സ് വേണം നമ്മൾ ഫില്ല് ചെയ്യുമ്പം. അതായത് നമ്മുടെ അഡ്രസ്സ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്, നമ്മുടെ ഫാമിലി ഡീറ്റെയിൽസ്, നമ്മുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, വർക്ക് എക്സ്പീരിയൻസ്, പ്രീവിയസ് വർക്ക് എക്സ്പീരിയൻസ്, പിന്നെ നമ്മൾ ഏത് എയർപോർട്ടിലാണ് എൻ്റർ ചെയ്യേണ്ടത്, പിന്നെ നമ്മുടെ ട്രാവൽ ഡേറ്റ്, അതുപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് ട്രാവൽ ഹിസ്റ്ററി, ഇങ്ങനെ കുറേ ഡീറ്റെയിൽസ്. കുറച്ച് ലെങ്തി ആപ്ലിക്കേഷനാണ്.
അപ്പം നമുക്കത് ഈസി ആയിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് നമുക്ക് ബാഡായിട്ട് എൻ്റർ ചെയ്യുന്ന പോലെ ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ. അപ്പോൾ അങ്ങനെ ഫുൾ ഡീറ്റെയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഫില്ല് ചെയ്ത് ഏകദേശം പേയ്മെൻറ്റിൽ ഏകദേശം ₹200 ഒരു 6000 രൂപ അടുത്ത് വരുന്നുണ്ട് പേയ്മെൻറ്റ്. നമുക്ക് പേയ്മെൻറ്റ് ഓൺലൈനിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ വെച്ച് നമുക്ക് പേയ്മെൻറ്റും ചെയ്യാം. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഏകദേശം 4 to 5 വർക്കിംഗ് ഡേയ്സ് എടുക്കും വിസയുടെ അപ്ഡേറ്റ് അറിയാം. വിസ അപ്രൂവൽ ആയി കഴിയുമ്പോൾ നമുക്ക് ഇമെയിലായിട്ട് വിസ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് റഷ്യ വിസയുടെ എങ്ങനെയാണ്, ഏത് പോർട്ടലിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് റിക്വയർമെൻറ്റ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.